ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറെ കേട്ടിട്ടുള്ളത് ഇതുവരെ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷിലൊക്കെ ഒരു പോയം പഠിച്ചിട്ടുണ്ടല്ലേ, ദ റോഡ് നോട്ട് ടേക്കൺ. അതായത് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴി അല്ലാതെ വേറൊരു വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു 30+ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയും ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് ഒരുപാട് ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്താലേ നമുക്കും നല്ലൊരു ഏണിങ്സിലോട്ട് എത്താൻ പറ്റുള്ളൂ, നമ്മളെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം എസ്പെഷ്യലി ഇപ്പം എന്റെ കേസിലാണെങ്കിൽ ഒരുവിധം പല ലേഡീസിന്റെ കേസിലും കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് വർക്കിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. ചില ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിഷമിച്ചതോടുകൂടി കഴിഞ്ഞു എന്നുള്ള ഒരു മൈൻഡിൽ ഇരിക്കുന്ന സമയത്താണ് പക്ഷെ വിട്ടുകൊടുക്കാനും ആഗ്രഹമില്ല. അതായത് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ഡ്രീം ഉണ്ടായിരുന്നു, ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം എത്രയോ കുറവായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കും. പക്ഷെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഫസ്റ്റ് ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് 18+ ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ 6 ഫിഗറിംഗ് ഒക്കെ വാങ്ങിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇത് എന്നെ കൊണ്ട് പോസിബിൾ ആവുന്നുള്ളത് സ്റ്റിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും ആ ഒരു 6 ഫിഗറിംഗ് വാങ്ങിക്കുന്ന ഒരു ആളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ. അപ്പം ഇതെനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്, അതായത് ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം. ഞാൻ സൗദിയിലാണ്, പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ സ്റ്റിൽ ആ ഒരു മന്ത് ഒരുപാട് ഞാൻ ഇപ്പൊ ലൊക്കേഷൻ ഫ്രീഡം പറയുകയാണെങ്കിൽ ഒരുപാട് ട്രിപ്പും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇങ്ങനെ പല പല യാത്രകൾ പോയിട്ടുണ്ട്, ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ആ ഒരു മന്തും എനിക്ക് ഈ പറഞ്ഞ 6 ഫിഗർ ഇൻകം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന അവൈലബിൾ ടൈമിൽ എനിക്ക് വർക്ക് ചെയ്താൽ മതി, ഇന്ന ടൈമിൽ വർക്ക് ചെയ്യണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അത് എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഭയങ്കരമാണ്. ഇന്ന സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു കേസില്ല. കാരണം ഞാനൊരു 9 to 5 ജോബും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്റെ ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ, സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാം. അതും ലൈഫ് ടൈമാണ്. ഒരിക്കലും എനിക്കതിന്ന് ടെർമിനേറ്റ് ആക്കി അങ്ങനത്തെ ഒരു ഇഷ്യൂ, ഒരു ടെൻഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ കൺസിസ്റ്റൻസി, അതുപോലെ മൈൻഡ് സെറ്റ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്ക് സക്സസ് ആവാൻ പറ്റും. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സക്സസ് ആവണം, ലൈഫിൽ സക്സസ് ആവണം, അച്ചീവ് ചെയ്തെടുക്കണം, ഏണിങ്സ് ഉണ്ടാക്കണം, ആ ഒരു ഡ്രീം ഒക്കെ ഉള്ള ഒരാൾക്ക് ഇവിടെ എന്തായാലും സക്സസ് ആവാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബിരുദം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഏണിങ്സ് ഒന്നും കിട്ടുള്ളൂ. അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, ഏതൊരാൾക്കും അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, ഇൻട്രസ്റ്റഡ് ആണ്, അതായത് ഒരു ഡ്രീം ഉണ്ട് ലൈഫിൽ എങ്ങനെയെങ്കിലും എനിക്ക് സക്സസ് ആയി കയറി വരണം, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാനുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ, അത് സ്റ്റുഡന്റോ എംപ്ലോയിയോ ഹൗസ് വൈഫോ എന്തായിക്കോട്ടെ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വർക്ക് എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ റീൽ എന്റെ DMസിലോട്ട് ഷെയർ ചെയ്യാം, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.